Bye to Fasil. Wow, Fasil uയർത്തിയ പന്ത്. Yes, excellent catch. Sakleen. Sakleen to Munish. What a ball! Ahmed Kutti speaking. Ball ചെയ്യാനൊന്നു ഗാലക്സി യൂണിക്കല്ലേ അഹമ്മദ് കുട്ടി മന്ദം അതാ നടന്ന് മുനീഷിനെതിരെ എറിയാൻ പോകുന്നു. മുനീഷ് അഹമ്മദ് കുട്ടി ടു മുനീഷ്. വീണ്ടും ബാറ്ററെ കബളിപ്പിച്ചുകൊണ്ട് മരകമായി ബോൾ ചെയ്യുന്ന അഹമ്മദ് കുട്ടി. 40 മുകളിൽ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞത് അശ്വിൻ. അഹമ്മദ് കുട്ടി ടു മുനീഷ്. മൂന്നാമത്തെ പന്ത് ചാൻസ്. പാസ്കോ പറയില്ല. അൻവർ ഷെരീഫുമായി ഗാലക്സിയിൽ അഹമ്മദ് കുട്ടി ബോൾ ചെയ്യാനെത്തുന്നു. അഹമ്മദ് കുട്ടി ടു അൻവർ ഷെരീഫ്. അഹമ്മദ് കുട്ടിയെ പുറം ലോകത്തിലേക്ക് അടിച്ചുകൊണ്ട് ഒരു സിക്സർ നേടിയിരിക്കുകയാണ് അൻവർ ഷെരീഫ്. വീണ്ടും അഹമ്മദ് കുട്ടി ടു ഷെരീഫ്. അൻവർ ഷെരീഫ് ടു അഹമ്മദ് കുട്ടി. അടുത്ത ബോൾ എന്താവും? വാട്ട് എ ബോൾ! വീണ്ടും ഗാലറിക്കപ്പുറം സിക്സറുകൾ പായിപ്പിച്ചുകൊണ്ട് അഹമ്മദ് കുട്ടിക്ക് വീണ്ടും ഒരു സിക്സർ പായിപ്പിച്ചുകൊണ്ട് അൻവർ ഷെരീഫ്. തുടരെ 2 സിക്സറുകൾക്ക് ശേഷം അഹമ്മദ് കുട്ടി തൻ്റെ തന്ത്രങ്ങൾ പുറത്തെടുക്കാനുള്ള ഓവറിലെ അവസാനത്തെ പന്ത്. അഹമ്മദ് കുട്ടി ടു ഷെരീഫ്. മൂന്നാമത്തെ പന്ത്. 2 സിക്സറുകളും പയപ്പിച്ചുകൊണ്ട് ഷെരീഫ്. വീണ്ടും ഒരു മികച്ച ബോളിംഗ് സിംഗിൾ നേടിക്കൊണ്ട് 2 ഓവർ പിന്നിട്ടപ്പോൾ അൻവർ ഷെരീഫിനെ വലിച്ചുകൊണ്ട് മാഹിർ ഹുസൈൻ ക്രീസിലേക്ക് ബോൾ ചെയ്യാനെത്തുന്നു. യുവതാരം ആദിൽ കെസി തൻ്റെ റണ്ണപ്പ് എല്ലാം ക്ലിയർ ചെയ്ത് മാർക്ക് ചെയ്ത ശേഷം ആദിൽ കെസി മാരകമായ ബോളിംഗ് കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ്. ആദിൽ കെസി ടു മാഹിർ ഹുസൈൻ. മാഹിറിനെതിരെ ആദിൽ കെസി ടു മാഹിർ. ഫസ്റ്റ് ബോൾ. മാഹിർ കണ്ടിട്ടില്ല ആദ്യത്തെ ബോൾ. മികച്ച ബോളിംഗുമായി ആദിൽ കെസി. മാഹിറിനെ പറഞ്ഞുകൊണ്ട് അശ്വിൻ സുരേഷ്. ഒരേ സമയം ഇരു ടീമുകളിലും കളിക്കുന്ന 2 ടീമർക്ക് ചെലമ്പ്ര ക്രിക്കറ്റ് ലോകം മടക്കിയിരിക്കുന്ന ഹാരിസ് കുഞ്ഞവ കട്ടക്കേറിയാൻ പറഞ്ഞുകൊണ്ട് ആദിൽ കെസി. വാട്ട് എ ബോൾ! മികച്ച ബോളൊന്നും കാണാതെ മാഹിർ ഹുസൈൻ പരുങ്ങുന്ന കാഴ്ച. ആദിൽ കെസി ടു മാഹിർ. മൂന്നാമത്തെ പന്ത്. വാട്ട് എ ബോൾ! ഒരു ക്യാച്ചിന് ശ്രമമില്ല. വാട്ട് എ ബോൾ! മാഹിർ നിന്ന് പരുങ്ങുന്ന കാഴ്ച. ആദ്യ 3 പന്തുകളും മാഹിർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കളിക്കിടയിൽ തലയിൽ വീഴാതെ രക്ഷപ്പെട്ട പോലെ നൗഫലിന്റെ തലയിൽ നിന്നും അതിൽ 4-ാമത്തെ പന്ത് എന്താകും? അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറഞ്ഞു സ്ലോ ബോൾ. സെക്കൻഡ് ബോൾ സിംഗിൾ. 4 പന്തിൽ 1 റൺസ് മാത്രം ഇട്ടുകൊണ്ട് ചെലമ്പ്രയുടെ യുവതാരം ആദിൽ കെസി. കടലുണ്ടിക്കാരൻ മുനീസ് ടു ആദിൽ കെസി.
ബോൾ വിക്കറ്റിന് ശ്രമം. അത് ക്യാച്ചിൽ അവസാനിച്ചുകൊണ്ട് ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയെടുക്കുകയാണ് ആദിൽ കേസി. ക്യാച്ച് ചെയ്ത താരം മറ്റാരുമല്ല, കുഞ്ഞിട്ടിയാണ് ഈ ക്യാച്ച് ചെയ്തത്. അടുത്തതായി ബോൾ ചെയ്യാനായിരുന്നു ചെലംബ്രയിലെ മികച്ച 2 താരങ്ങളാണ് ക്രീസിൽ. ഒന്ന് ചെലംബ്രയുടെ പൊള്ളാടെന്നറിയപ്പെടുന്ന അർജുൻ, മറ്റൊരു സ്ഥലത്ത് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മാഹിർ. ഓവറിലെ അവസാന പന്തെറിയാനെത്തുന്നു യുവതാരം ആദിൽ കേസി. അർജുൻ 2, ആദിൽ കേസി. ഓവറിലെ അവസാന പന്ത് ആദ്യ പന്ത് തന്നെ സിക്സറിനെ പരത്തിക്കൊണ്ട് ചെലംബ്രയുടെ പൊള്ളാട്. അടുത്തതായി ബോൾ ചെയ്യാനെത്തുന്നു ചെലംബ്രൻ എക്സ്പ്രസ് ഫാസിൽ ഫൈറ്റേഴ്സ്. കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും പോയി കേരള ടീമിന് വേണ്ടി കളിക്കുന്ന ഫസിൽ. മാഹിറിനെ ഓവർ അടിച്ചാൽ മാത്രമേ ചെറിയൊരു സാധ്യതയെങ്കിലും കാണുന്നുള്ളൂ. മാഹിർ 2, ഫാസിൽ. ആദ്യ ബോൾ മനോഹരമായി കബളിപ്പിച്ചുകൊണ്ട് മാഹിറിനെ പ്രഷറിലാക്കിയിരിക്കുകയാണ് ഫാസിൽ. കേരള എക്സ്പ്രസ് ഫാസിൽ ഫൈറ്റേഴ്സ്. ഫാസിൽ 2, മാഹിർ. സെക്കൻഡ് ബോൾ. ഇത്തവണ ഒരു ക്യാച്ചിനുള്ള സാധ്യത മിസ്സാക്കിയിരിക്കുന്നു. അശ്വിൻ. പൊള്ളാട് 2, കമ്മിൻസ്. ഫാസിൽ 2, പൊള്ളാട്. വീണ്ടും അടുത്ത പന്ത് എന്താവും ഫാസിൽ. മനോഹരമായി കബളിപ്പിച്ചുകൊണ്ട് ഫാസിൽ. വീണ്ടും പൊള്ളാട്ട് ഫാസിൽ. ഇത്തവണ ബോൾ ബൗണ്ടറിയിലെത്തിയില്ല. സിംഗിൾ റൺസ്. ഫാസിൽ 2, മാഹിർ. മാഹിർ എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ബോളാണ്. ഫാസിൽ അതിമനോഹരമായി കവർ പൂർത്തിയാക്കി. ചെലംബ്രയുടെ വിദേശ കളിക്കാരൻ ഹാരിസ് ക്രീസിലേക്ക്. ഹാരിസ് ചെറുകാൻ ബോൾ ചെയ്യാനെത്തുന്നു സ്പിൻ മാന്ത്രികൻ അശ്വിൻ സുരേഷ്. ബാറ്ററെ വെള്ളം കുടിപ്പിക്കാൻ അശ്വിനെത്തുന്നു. വിരാട് കോഹ്ലി ഫാൻ അശ്വിൻ സുരേഷ്. വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകനായ അശ്വിൻ 2, പൊള്ളാട്. ആദ്യ ബോൾ എന്താകും? വാട്ട് എ ബോൾ! അശ്വിൻ മാരകമായ ബോളിങ്ങുമായി അശ്വിൻ. അശ്വിൻ അടുത്ത പന്ത് ഹാരിസ് ചെറുകാടിനെതിരെ. വളരെ പ്രയാസപ്പെടുന്നു ബാറ്റർമാർ. തുടരെ ബോളുകൾ ഇറങ്ങി. അശ്വിൻ സുരേഷ്. വാട്ട് എ ബോൾ! അശ്വിൻ സുരേഷ് പൊള്ളാടിനെ മടക്കിയിരിക്കും. അടിമാറി കൈ പണിയായിരിക്കുന്ന കാഴ്ച. രണ്ടാമത്തെ കൈ ആവേശം കുറച്ച് കൂടുതലാണ് അതിന്. അശ്വിൻ തൻ്റെ 4ാമത്തെ പന്തെറിയാൻ നിൽക്കുന്നു.
മാരകമായ സ്പിൻ ബോളിംഗ് കൊണ്ട് ബാറ്റർ കളിപ്പിക്കുന്ന അശ്വിൻ. വീണ്ടും ഒരു സിംഗിൾ കൂടി മാത്രം. അശ്വിനെ കളിക്കാനും വളരെ പ്രയാസപ്പെടുന്ന കാഴ്ച. അശ്വിൻ ക്യാച്ചാന്ന് പറഞ്ഞിട്ടാണ് ബോൾ എറിയാൻ പോകുന്നത്. എന്താ നോക്കാം. ക്യാച്ച്. വാട്ട് എ ബോൾ. ഗുഡ് ഓവർ. മാരകമായ ഒരു ഓവറിനെ കൊണ്ട് അശ്വിൻ സുരേഷ് 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിക്കറ്റ് 49 റൺസ് നേടി. ഒരു ഓവർ 5 റൺസിന് ഒരു വിക്കറ്റ് നേടിക്കൊണ്ട് അശ്വിൻ ഏറ്റവും മികച്ച വിക്കറ്റ് തന്നെ നേടിയെടുത്തുകൊണ്ട് അടുത്തായി ബോൾ ചെയ്യുന്നത് കുഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് കട്ടർ. ഏറ്റവും പ്രയാസമേറിയ ബാറ്ററികൾക്ക് ഏറ്റവും പ്രയാസം കൂടിയ ബോളറാണ് കുഞ്ഞ. ബൗണ്ടറി. വിക്കറ്റ്. ആൻസിനെ മടുക്കുന്നു കുഞ്ഞ. പ്രായം കൊണ്ട് ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും പ്രായം കൂടിയ താരം ചിലപ്പോൾ ഈ കുഞ്ഞയായിരിക്കാം. രണ്ടാളാണ് കേട്ടോ പ്രായം കൂടിയ 2 താരങ്ങൾ ഒരുമിച്ച്. മാഹിർ എല്ലാവരെയും മാഹിർ ഇറങ്ങിയതല്ല മാഹിർ അവിടെ ഇരിക്കാൻ പോയതാണ്. എല്ലാവരും ചെറുതായിട്ട് സംസാരിച്ചു. യാസർ ബർബൻ ചെലംബറിലെ ഷൂവും ബാറ്റർക്ക് കളിക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു ബോളറാണ് കുഞ്ഞ. ബാറ്റർമാരെ വട്ടം കറക്കുന്ന ബോളർ 5-ാം നമ്പർ ദേശീയാണ് ഞാൻ. പ്രായം തളർത്താത്ത ചെലംബ്രയുടെ പോരാളി കുഞ്ഞ. യുവരാജ് സിംഗ് ഇന്ത്യൻ ടീമിലെത്തുന്നതിന് മുമ്പ് പൈങ്ങോട്ടർ കളിക്കാൻ തുടങ്ങിയ കുഞ്ഞ. വീണ്ടും ഒരു വിക്കറ്റ് കൂടി കുഞ്ഞ. ബോൾ കുഞ്ഞ് കളിക്കാൻ. ബോൾ ചെയ്യാൻ പുത്തലത്ത് തറവാട്ടിലെ അവസാന കണ്ണി. പുത്തലത്ത് ഫസലുർ റഹ്മാൻ വിജയിക്കാൻ ഒരു ഓവർ 54 റൺസാണ്. ഫസൽ വിചാരിച്ചാൽ അതൊന്നും ഒരു നമ്പറേ അല്ല, ഒരു അക്കമേ അല്ല. ഫസലു 2 ആദിൽ. വാട്ട് എ ബോൾ. ഒരു ഓവറിൽ 54 എണ്ണം ലക്ഷ്യമായത് കൊണ്ടാവാം ഫസലു കൂളായി ആ ബോളറിൻ്റെ. അടുത്ത ബോൾ അറിയാനെത്തുന്ന ഫസലു. ആദ്യ ബോളിൽ കിട്ടിയ 6-ന് പകരം ഒരു കട്ടർ പ്രതീക്ഷിച്ചുകൊണ്ട് ഫസൽ എന്ന ബോളറെ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ബാറ്ററെ വട്ടം കറക്കുന്ന ബോളർ, ചെലംബ്രയുടെ വട്ടം കറക്കി ബോളർ ഫസലുർ റഹ്മാൻ. ആദിലിൻ്റെ അടുത്തൊരു കളിയും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞ ആദ്യ 3 പന്തിൽ 2 സിക്സർ വാങ്ങിക്കൊണ്ട് ഫസലു. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ഫസലുവിൻ്റെ കട്ട് കാണാം. അടുത്ത വിക്കറ്റാണ് എന്തായാലും. ഫസലുർ റഹ്മാൻ 2 അതിൽ. ഗുഡ് ബോളിംഗ്. ഫസലുർ റഹ്മാൻ 2 അതിൽ. വൈഡ്. നോ ബോൾ. ഇതിനടി ഭയങ്കര ചൂട്. ഫസലുർ റഹ്മാൻ പുത്തലത്ത് അവസാന 2 ബോളിലേക്ക് ഒരു വിക്കറ്റ് നേടുമെന്നാണ് ഫറാസ് പറയുന്നത്. ഫറാസ് പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു. അവസാന ബോളിലേക്ക് ഫസലുർ റഹ്മാൻ പുത്തലത്ത്. അവസാന ബോളിലേക്ക് എന്ത് സംഭവിക്കാം? വീണ്ടും ഒരു വൈഡ് എറിഞ്ഞുകൊണ്ട് ഫസലുർ റഹ്മാൻ. വീണ്ടും ഒരു സിക്സറുകൾ പായിപ്പിച്ചുകൊണ്ട് കളി ഫിനിഷ് ചെയ്യുമ്പോൾ
ഒരു ഓവറിൽ 20 റൺസ് വഴങ്ങിക്കൊണ്ട് ഫസലുർ റഹ്മാൻ പുത്തലത്തെ 54 റൺസ് വേണമെന്നിരിക്കെയാണ് അദ്ദേഹത്തിന് ബോൾ കൊടുത്തത്. വിജയലക്ഷ്മിന് വെറും ബോൾ വെറും 38 റൺസ്. അവർ പിന്നിട്ടപ്പോൾ 30 റൺസിന് തിമോത്തി അൽബാനി വിജയിച്ചിരിക്കുന്നു.